ചക്കിടി ചിക്കാൻ ചാഞ്ച ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ച. ഹലോ ഗൈസ്, ടോട്ടോ പ്ലാനർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ പാർട്ട് 6. യെസ് ഗൈസ്, അപ്പോൾ ദേ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ നടക്കാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കരുത്, റൈറ്റ് സൈഡിൽ കൂടെ നടക്കണം. അപ്പോൾ ആ റൂളൊക്കെ നമ്മൾ പാലിച്ചിട്ട് വളരെ മാന്യമായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് നമ്മുടെ കുഞ്ഞുമോൾ ലെഫ്റ്റ് സൈഡിലൂടെ നടന്നു ഗൈസ്. നമ്മുടെ കുഞ്ഞുമോൾ നമ്മുടെ റോഡ് തെറ്റിച്ചു ഗൈസ്. ഇനി നമ്മൾ ക്യാമറ എക്സ്പിഷൻ ക്യാമറയുടെ ഒക്കെ പണ്ടത്തെ വരെ ക്യാമറ ഇവിടെ ഉണ്ട്. പണ്ടത്തെ ക്യാമറയ്ക്കൊക്കെ ഇപ്പോഴത്തെ ക്യാമറയേക്കാൾ അധികം റേറ്റാണ് വരുന്നത്. അത് എക്സ്പിഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അപ്പം ആദ്യം തന്നെ നമ്മുടെ തക്കു ബേബി ആ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ചുറ്റി കാണുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ കുഞ്ഞു ബേബി ഒരു തണവുമില്ല, എന്നിട്ടാണ് അവൾ സെറ്റർ ഇട്ട് നടക്കുന്നത്. അതും തല വരെ മൂടിയിട്ട്, അവൾക്ക് വട്ടാണ് ഗൈസ്. അപ്പോൾ അതേ പണ്ടത്തെ ക്യാമറ വരെയുണ്ട് ഇവിടെ. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഒരു ക്യാമറ കൊണ്ട് എടുത്ത ഫോട്ടോകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടിയിലുള്ള വളരെ രസകരമായ ഒരു എക്സ്പിഷൻ ആണ് ഇതെന്നാണ് മിക്കവരും ഊട്ടിയിൽ വന്നുള്ളവർ ഈ എക്സ്പിഷൻ പോയിട്ടുണ്ടാവും. നമ്മുടെ ഇവള് പറയുന്നത് അത് തുറക്കാൻ പാടില്ല എന്നാണ്. നമ്മുടെ ക്യാമറയുടെ ചിരി നമ്മുടെ തക്കു ബേബി അത് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ എന്താ പറയുക, നമ്മുടെ റോസ് കുട്ടി പറഞ്ഞതാണ്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ഇത്തിരി കൂടി തന്നെ ഇത്തിരി കുറവാണ്, അപ്പം ഇത്തിരി കൂട്ടിത്തരാൻ നിങ്ങൾ പറയുന്നു. ഇവളുടെ റീച്ച് പോലത്തെ സൗണ്ട് കേട്ടിട്ട് കുറച്ച് ഇതാവണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഇതിനേക്കാൾ രസമുള്ള ആയിരുന്നു അല്ലേ. അപ്പം ഞാൻ ഇനി ഭയങ്കര ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ. അവളെ വരട്ടിയാൽ മതി, അവൾ മാറിക്കോളും. ആരും നമ്മുടെ തക്കു ബേബിനെ ഏറ്റവും കൂടുതൽ തക്കു ബേബിയുടെ അടുത്ത് ഇതിൽ ആരെയാണ് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തക്കു ബേബി കൈ ചൂണ്ടുന്നത് ആരെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നു. അതെ, തക്കുന്ന് തന്നെ കണ്ണാടി നോക്കിയിട്ട് കൈ ചൂണ്ടി. ഇപ്പൊ ക്യാമറകള് ചെറിയ ചെറിയ ക്യാമറകള് ഒട്ടിച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെറുതായിട്ട് ഗ്ലാസ്സുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് തൊടാൻ പറ്റില്ല. ക്യാമറകള് ഗൈസ്, ഇതാണ് കുഞ്ഞ ക്യാമറ. നമ്മുടെ തക്കുവിന്റെ കയ്യിൽ പിടിക്കാൻ പറ്റിയ അത്രയ്ക്കുള്ള കുഞ്ഞ ക്യാമറ വരെ ഇവിടെ ഉണ്ട്. ഈ ക്യാമറകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ആണെന്നൊക്കെ തോന്നും, പക്ഷെ അത് മൊബൈൽ ഫോൺ അല്ല. ഈ ക്യാമറ ഉണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മൂവീസ് കേട്ടോ. മൂവീസിൽ നമ്മുടെ എന്തിനായിരുന്നു, നമ്മുടെ പെരുങ്ങോട്ടുകരയിൽ പുത്തൻപീടിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു പറയാ, നമ്മുടെ തിയേറ്റർ ഉണ്ട്. അവിടെ ഈ സിനിമകളൊക്കെ പണ്ട് ഷൂട്ട് ചെയ്യണ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ എന്തിന്റെ പേര് പോടി ഇടുന്നതൊന്നല്ല. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു ക്യാമറകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ട് ഗൈസ്, നിങ്ങൾ സൂക്ഷിച്ച് സൂം ചെയ്തുകൊണ്ട് അതിന് കാണാൻ പറ്റും. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, നമുക്ക് കുറവാണ്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ കൂട്ടിത്തരാൻ മറക്കരുത്. നീ ഇങ്ങനെ പറഞ്ഞ എനിക്കൊരു ലൈക്ക് പോലെ കിട്ടിയില്ലല്ലോ. ഞങ്ങൾക്ക് തീരെയല്ല, ഞങ്ങൾ പാവങ്ങളല്ലേ. ഇതൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അല്ലേ ചേച്ചി? എൻ്റെ അപ്പൻ ക്യാമറ ഭയങ്കര വലിയ അഡിക്റ്റാണ്. അതുകൊണ്ട് തന്നെ അപ്പൻ ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ വേഗം സ്ഥലം മാറ്റാൻ എൻ്റെ കൈയുടെ ഈ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ സൗണ്ടിൽ പോയി വന്നതാണ് ഞങ്ങൾ. പക്ഷെ അപ്പനൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്ന ഓരോ കാര്യവും. ആ തോക്ക് ആ വലിയ വഞ്ചി പോലെ ഇരിക്കാൻ കണ്ട, അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ ക്യാമറ എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. എനിക്കായിട്ട് അറിയത്തില്ല. അതെ, വേൾഡ് ക്യാമറ ഒന്നും അതിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ.
ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾക്ക് കൈ നേരം ഇടിച്ചും പറ്റിയല്ലോ. പിന്നെ അതല്ലേ പോലീസ് പിടിച്ചിട്ട് 5 വർഷം ഗൈസ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അല്ല കേട്ടോ അവിടുത്തെ പോലീസ് ഭയങ്കര ഡേഞ്ചർ പോലീസാണ് ഗൈസ്. കാരണം അവിടെയുള്ള പോലീസ് തൊട്ടേനും പിടിച്ചാലൊക്കെ പിടിച്ച് തല്ലും. പക്ഷെ ചില പോലീസുമാർ പാവാട്ടോ. എനിക്ക് പോലീസുമാർ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ആവശ്യമാണ്ട് പോലീസ് നമ്മളൊന്ന് തല്ലോ. കുറ്റം ചെയ്താൽ തല്ലണം. പോലീസ് കുറ്റം ചെയ്യാണ്ട് വെറുതെ പിടിച്ച് തല്ലുന്നില്ല. അങ്ങനെ തല്ലുന്നവനാണ് പോലീസ് അല്ലാത്തവൻ. അപ്പം നമ്മൾ ഈ സൈഡിൽ കൂടെ പോയിട്ട് ഒരു ഇല്യൂഷനിലൂടെ ഒക്കെ കടന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എന്തായാലും നമ്മുടെ ഇത് ഇല്യൂഷൻ ഒന്നല്ല, നമ്മളെ തന്നെ പല രീതിയിൽ കാണിക്കുന്നത്. ഇത് മൊത്തം കണ്ണാടിയാണ്. നമുക്കിപ്പോൾ എവിടേക്കാണ് പോകേണ്ടത് നമുക്ക് തന്നെ പെട്ടെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. പക്ഷെ ഞാൻ ഇവളെ പിടിച്ച് റൂട്ട് മാറ്റിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വഴിക്ക് എത്തിയത് തന്നെ ഞങ്ങൾക്ക് ഒരു അപകടത്തിനില്ല. അത് വേറെ വഴിയില്ല. ആട് എനിമലിന്റെ വഴിക്കൂടെ ഇപ്പൊ ഡൗട്ട് അതെ, നമുക്ക് വലിയ ഡൗട്ടാണ് ഇതിൽ കൂടെ പോകണം എന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ ഇതിലൊക്കെ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലോ. അമ്മ അതിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മയുടെ പിന്നേക്ക് നോക്കിയാൽ അമ്മേനെ തന്നെ കുറേ ആയിട്ട് കാണാൻ പറ്റും. വാട്ട് എ ബ്യൂട്ടിഫുൾ. ഇതിൽ പോകണം നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ വീണ്ടും ആ സെയിം ക്യാമറയുടെ അടുത്തേക്ക് തന്നെ വന്നു. ഇത് നമ്മളെ ഒരു യു പോലെയാണ്. യു അതിലെ പോയിട്ട് ഇതിലെ വരും. അങ്ങനെയാട്ടോ ഗൈസ്. നമ്മൾ പല ഓക്കെ. അപ്പം മൊത്തം വൈറ്റും ബ്ലാക്കും റെഡും ഒക്കെയാണ്. മൊത്തം കൂടുതലും വൈറ്റ് ആട്ടോ. ബ്ലാക്ക് അധികമില്ല. ഈ ഒരു സെക്ഷനിൽ വൈറ്റ് ആണ് കൂടുതൽ. ആകെ 2-3 ബ്ലാക്ക് ഉള്ളത്. കണ്ടു ബാക്കിൽ കുറെ ബ്ലാക്കുകള്. കുഞ്ഞു ബേബി ഉണ്ടല്ലോ. കുഞ്ഞു ബേബി, തക്കു ബേബി, റോസു ബേബി, ടുട്ടു ബേബി. എന്റെ തലയിൽ കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ വീണ്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറ. ഈ സെക്ഷൻ മൊത്തം ബ്ലാക്ക് ആണ് ഗൈസ്. ഊട്ടിയിലുള്ള അടിപൊളി ഇതായിരുന്നു ക്യാമറ സെക്ഷൻ. നമ്മൾ കാണാത്ത പല രൂപങ്ങളിലുള്ള ക്യാമറ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതെ, കാരണം എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാനേ. ഇതായിരുന്നു ആ വലിയ ക്യാമറ. അതിൻ്റെ ഒരു പോസ്റ്ററാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾ സൂം ചെയ്ത് നിങ്ങൾക്ക് അതിലത്തെ നിങ്ങളുടെ ആ തമിഴ്നാട്ടിലത്തെ ഭാഷ അറിയുന്ന അത് വായിച്ചു കൊടുക്കുക. എനിക്കറിയില്ല. എനിക്ക് ഒരെണ്ണം അറിയാട്ടോ. എന്തിനാണ് പോയടന്ന് മേരാ നാം അയ്യോ അത് ഹിന്ദി അല്ലേ? പാഞ്ച് അയ്യോ അത് ഹിന്ദി തമിഴല്ല ഗൈസ്. അറിയൂല. ഓ നിനക്ക് ഭയങ്കരമായിട്ട് അറിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഉനക്കെന്താ പ്രശ്നം? ആ ഗൈസ് അത് തമിഴാണ്. ഒന്നോടും പറഞ്ഞു. ഉനക്കെന്താണ് പ്രശ്നം? ആ ഗൈസ് അത് തമിഴാണ്. എനിക്കറിയായിരുന്നത്, എനിക്ക് പെട്ടെന്ന് കിട്ടണ്ടേ. ഉണക്കെന്താണോ പ്രശ്നം? ഒരു ടോട് മാറ്റിട്ട് പറഞ്ഞേലേട് ഉണക്കെന്താണ് പ്രശ്നമെന്ന്. ഒന്നാണ് പറഞ്ഞേ. ഉനക്കെന്താ പ്രശ്നം?
ഓക്കെ ശരി എന്നാ ലൈക്ക് ആൻഡ്